വിശദമായി സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തേണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. പെൻഷൻ പ്രായം ഉയർത്താമെന്ന ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശ തള്ളി. സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംബന്ധിച്ച നടപടികൾ ഏകീകരിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാനും തീരുമാനമായി. 4ാം ഭരണപരിഷ്കാര കമ്മീഷൻ പെൻഷൻ പ്രായം 60 നിർദ്ദേശിച്ചിരുന്നു. കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയും പെൻഷൻ പ്രായം 60 ശുപാർശ ചെയ്തു. എന്നാൽ ഈ ശുപാർശ മന്ത്രിസഭാ യോഗം തള്ളി. സമിതിയുടെ മറ്റ് ശുപാർശകൾ അംഗീകരിക്കുകയും ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ചട്ടങ്ങൾ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കും. ഇതിനായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തി. നിയമനാധികാരികൾ എല്ലാ വർഷവും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ റദ്ദു ചെയ്യാനോ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ എംപ്ലോയ്മെന്റ് നിയമനം നടത്താനോ പാടില്ലെന്നും മന്ത്രിസഭാ യോഗം നിർദ്ദേശിച്ചു. മുനമ്പം വിഷയത്തിൽ ഉടമസ്ഥത സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്താൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ടും സപ്ലിമെന്ററി കൺസെഷൻ കരാറിൽ ഏർപ്പെടാൻ മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതി കാലയളവ് 5 വർഷം കൂടി നീട്ടി നൽകും. പദ്ധതിക്ക് കാലതാമസം വന്നതിനാൽ പിഴയായി നിശ്ചയിച്ച 219 കോടി രൂപയിൽ 43 കോടി 80 ലക്ഷം രൂപ ഇപ്പോൾ പിഴയായി ഈടാക്കും. ബാക്കി തുക 2028 വരെ തടഞ്ഞുവെക്കും. 2028 പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ തടഞ്ഞുവെച്ച തുക സർക്കാർ ഈടാക്കും. തൃശൂർ നാട്ടികയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതരെ കണ്ടെത്തി ധനസഹായം നൽകും. PSC അംഗമായി ഇർഷ T ഗോപാലിനെ നിയമിക്കാൻ ഗവർണർക്ക് മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തു. 24 തിരുവനന്തപുരം.